നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് വ്യത്യസ്ത പൊസിഷനുകൾ എടുത്തുകൊണ്ട് ഓപ്പണിങ്ങിൽ മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് അലക്ഷ്യമായ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ വിവിധ ടാറ്റിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കും വൈറ്റും കിങ് സൈഡിൽ ഫിയൻജെറ്റോ പൊസിഷനിൽ വളരെ സുരക്ഷിതമായി സംരക്ഷിക്കേണ്ട ബിഷപ്പിനെ ആ ബിഷപ്പിൻ്റെ മൂല്യം മനസ്സിലാക്കാത്ത രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് കിങ് സൈഡ് ദുർബലപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് ഐസോലേറ്റഡ് പോണായി D4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുമ്പോൾ വൈറ്റ് കിങ് സൈഡിൽ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ E7 എന്ന സ്ക്വയറിൽ നിന്നും റിമൂവ് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ നൈറ്റുകളും ക്യൂനും റൂക്കും ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. BA3 ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് E7-ലിരിക്കുന്ന ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ ബിഷപ്പ് ഉപയോഗിച്ചിട്ട് A3-ലിരിക്കുന്ന ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലെ 3 ഡാർക്ക് സ്ക്വയർ ഡയഗണലുകൾ വളരെ മോശമായി മാറും. ക്യൂൻ D8 ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിന് ഒരു സംരക്ഷണം നൽകുന്നു. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് E7-ലിരിക്കുന്ന ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമം നടത്തുന്നു. വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. ക്യൂൻ H6 വൈറ്റ് ഉദ്ദേശിക്കുന്നത് NF6 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് നൽകുകയും ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ക്യൂൻ F8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ബിഷപ്പ് ടേക്സ് A3 ബ്ലാക്ക് മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഡാർക്ക് സ്ക്വയറിലിരിക്കുന്ന ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. നൈറ്റ് G5 E4-ലിരിക്കുന്ന നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് H7-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് B4 BB4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ സംരക്ഷിക്കുകയും റൂക്കിന് ഒരു ആക്രമണം നൽകുകയും ചെയ്യുന്നു. ക്യൂൻ ടേക്സ് H7 പ്ലസ് റൂക്കിനെ സംരക്ഷിക്കുന്നതിന് പകരം ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകുന്നു. കിങ് F8 ബ്ലാക്കിൻ്റെ കിങ് E7 എന്ന സ്ക്വയറിലൂടെ രക്ഷപ്പെടുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് വളരെ തന്ത്രപരമായ ഒരു നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. ഈ ഒരു പൊസിഷനിൽ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. റൂക്ക് ടേക്സ് E6 ഒരു റൂക്ക് സാക്രിഫൈസിലൂടെ വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ഇപ്പോൾ പോൺ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്തില്ല എങ്കിൽ ക്യൂൻ H8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. F ടേക്സ് E6 പോൺ ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. അടുത്ത നീക്കത്തോടു കൂടി വളരെ മനോഹരമായ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. നൈറ്റ് ടേക്സ് E6 ചെക്ക് ഒരു റൂക്ക് സാക്രിഫൈസിലൂടെ വളരെ മനോഹരമായ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്ന ഒരു പൊസിഷനിൽ നിന്നും ഒരു ബിഷപ്പും റൂക്കും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ഓപ്പണിങ്ങിൽ
പീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ഒന്നോ രണ്ടോ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ ആക്രമണങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ അബദ്ധങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. നമുക്ക് നേരിട്ട് അടുത്ത ഗെയിമിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന ഈ ഒരു പൊസിഷൻ ഒന്ന് വിലയിരുത്താം. ഒറ്റ നോട്ടത്തിൽ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും കിങ്ങുകൾ വളരെ സുരക്ഷിതമായാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പോണുകൾ നോക്കുകയാണെങ്കിൽ കിങ് സൈഡിൽ കൃത്യമായ ഒരു പോൺ ചെയിൻ ഉണ്ടാക്കുവാൻ ബ്ലാക്കിനും വൈറ്റിനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ വൈറ്റിന് വ്യക്തമായ ഒരു പോൺ ലീഡ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പീസ് ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം പൂർണ്ണമായും നിയന്ത്രിച്ച ഒരു രീതിയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള പൊസിഷനുകളിൽ G5 H5 ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ പൊസിഷൻ നമുക്ക് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കും. ഈ പൊസിഷനിൽ ബ്ലാക്ക് മൈനർ പീസുകളെ ഏതു രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. നൈറ്റ് D7 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് റോക്കും നൈറ്റും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് F5 നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് ടേക്സ് G7 ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുകയും E5 ഇരിക്കുന്ന പോണിൻ്റെ ബിഷപ്പ് കൊണ്ടുള്ള സംരക്ഷണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത നീക്കങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക. ബിഷപ്പ് ടേക്സ് H3 ബിഷപ്പ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് G5 H5 ഓപ്പൺ ചെയ്യുവാൻ ബ്ലാക്ക് ശ്രമിക്കുന്നു. പോൺ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്തില്ല എങ്കിൽ ക്യൂൻ H4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. G ടേക്സ് H3 ഇപ്പോൾ ക്യൂൻ H4 എന്ന നീക്കം നടത്തിക്കൊണ്ട് H3 പോണിനെ ആക്രമിക്കുവാൻ വൈറ്റിന് സാധിക്കും. ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം ബ്ലാക്ക് വളരെ രസകരമായ മറ്റൊരു നീക്കമായിരുന്നു നടത്തിയത്. ബ്ലാക്കിൻ്റെ അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. G2 പ്ലസ് പോൺ ഉപയോഗിച്ച് കിങ്ങിന് ഒരു ചെക്ക് നൽകുന്നു. കിങ് ടേക്സ് G2 പോൺ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് G5 ഓപ്പൺ ചെയ്യുന്നു. റൂക്ക് G8 റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ പിൻ ചെയ്യുകയും വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ബിഷപ്പ് B2 ബിഷപ്പും ക്യൂനും ഉപയോഗിച്ച് സെൻറ്റർ ഡയഗണൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. റൂക്ക് ടേക്സ് G7 പ്ലസ് റൂക്ക് ഉപയോഗിച്ച് G7 നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുകയും കിങ്ങിന് ഒരു ചെക്ക് നൽകുകയും ചെയ്യുന്നു. KF1 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിൻ്റെ ചെക്കിൽ നിന്നും കിങ്ങിനെ സംരക്ഷിക്കുന്നു. എന്നാൽ ഇപ്പോൾ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് D4 നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ കിങ്ങിന് എസ്കേപ്പ് സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുകയും ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ ശക്തമായ ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്ക് വളരെ സാഹസികമായ നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നു. നൈറ്റ് C2 ബ്ലാക്കിൻ്റെ നൈറ്റ് C2 എന്ന നീക്കം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ബിഷപ്പും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് G1 എന്ന സ്ക്വയറിലേക്ക് ഒരു നിയന്ത്രണം വരുന്നത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ക്യൂന് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്തില്ലെങ്കിൽ നൈറ്റ് E3
എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് നൽകുകയും ഈ ഒരു പൊസിഷനിൽ നൈറ്റിനെ പോസ്റ്റ് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പൊസിഷനിലേക്ക് നൈറ്റിനെ എത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ക്യൂൻ ടേക്സ് C2. അപകടം മനസ്സിലാക്കിയ വൈറ്റ് ക്യൂൻ ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂൻ G5. ക്യൂനും റൂക്കും ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും പ്രതിരോധിക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്ക് ശ്രമിക്കുന്നു. കിങ് E1. ക്യൂൻ G1 എന്ന നീക്കം നടത്തിക്കൊണ്ടുള്ള ഒരു ചെക്ക്മേറ്റ് പ്രതിരോധിക്കുന്നതിന് വൈറ്റ് ശ്രമിക്കുന്നു. ക്യൂൻ G3 പ്ലസ് ക്യൂൻ G3 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് നൽകുമ്പോൾ കിങ്ങിന് F1 എന്ന ഒരു സ്ക്വയറിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. കിങ് F1. ക്യൂൻ G1 പ്ലസ് ചെക്ക്മേറ്റ്. ഓപ്പണിങ്ങിൽ മൈനർ പീസുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ചെറിയ അശ്രദ്ധ സംഭവിക്കുകയാണെങ്കിൽ മിഡിൽ ഗെയിമിൽ മുൻപിലോട്ടു നീക്കം നടത്തുവാൻ സാധിക്കാതെ വരികയും ആ പീസുകൾ ഡെഡ് പീസുകളായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് 1-2 പീസുകൾ സാക്രിഫൈസ് ചെയ്താൽ പോലും ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ഈ ഗെയിം. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.